നമസ്കാരം. ഇന്ന് ഗോപ്രോ എന്നൊരു വീഡിയോ എടുക്കേണ്ട അവസ്ഥ വന്നു. ഇതെൻ്റെ 1,10,000 രൂപ കൊടുത്ത് 512 512 GB സാംസങ് S22 അൾട്രാ ഫോണാണ് ഇത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു കാര്യം 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ്. ഇത് എല്ലാവരും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുക്കാറുണ്ട്, നല്ല വെള്ളത്തിൽ മുക്കി എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിന് അണ്ടർ വാറണ്ടി സമയത്ത് എനിക്കൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ചാർജിങ് പോർട്ടിൻ്റെ അവിടെ മൈക്രോഫോൺ വർക്ക് ആവുന്നില്ല, അപ്പോൾ ഒരു ചാർജിങ് പോർട്ട് മാറ്റി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം നടന്ന് വെള്ളത്തിൽ കൂടെ പോയപ്പം പോക്കറ്റിലാണ് വെച്ചത്. ഈ വെള്ളം മൊത്തം മൊബൈലിനകത്ത് കയറി, ക്യാമറയ്ക്കകത്ത് കയറി, ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് കയറി, ഫോണെല്ലാം വർക്കാവും. പക്ഷേ ഫോണിൻ്റെ മൊത്തം കണ്ടീഷൻസ് എല്ലാം കുളമായി കിടക്കുക. അതായത് 69,000 രൂപ, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം ഞാൻ അതിനകത്ത് എടുത്ത് കാണിക്കാം. 69,000 രൂപയാണ്, അതായത് 70,000 രൂപ പോയി വരാനും എല്ലാം കൂടെ എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് മദർ ബോർഡ്, ക്യാമറ, ഡിസ്പ്ലേ, പിന്നെന്താ, പിന്നെ ചാർജിങ് പോർട്ട്, പിന്നെ ഇങ്ങനെ 4 സാധനത്തിനാണ് 70,000 രൂപ പറഞ്ഞിരിക്കുന്നത്. അത് ആരുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് പറയണം. ഞാൻ വെള്ളത്തിൽ കൂടെ നടന്നുകൊണ്ടാണോ എൻ്റെ മിസ്റ്റേക്ക്? സാറിന് ഞാൻ വെള്ളത്തിൽ പോക്കറ്റിലിട്ട സാധനം, പോക്കറ്റിന് അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഈ ഫോണിന് കംപ്ലയിൻറ്റ് വരുമെന്ന്. കാര്യം എല്ലാവരും വെള്ളത്തിൽ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കും. നമ്മൾ 1,00,000 രൂപ കൊടുത്ത് ഫോൺ വാങ്ങിച്ചിട്ട് ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതുപോലെ ഇത്രയും വില കൂടിയ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം വാട്ടർ ടെസ്റ്റിങ് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുള്ളൂ. അതിൻ്റെ പ്രൂഫ് വാങ്ങിക്കണം. കാര്യം അടുത്ത തവണ ഇതുപോലെ വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ കൈമലത്തും. ഇതുപോലെ ഇപ്പോൾ എൻ്റെ മലത്തി പോലെ ഇപ്പോൾ സാംസങ് എന്നോട് വലിയൊരു ചതിയാണ് ചെയ്തത്. കാര്യം പ്രീവിയസ്ലി കോട്ടയത്ത് ചെയ്ത സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളത്തിൽ കൂടെ പോയത്. അതിന് മുമ്പെല്ലാം വെള്ളത്തിൽ കൂടെയുള്ള ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലായിരുന്നു. സ്പീക്കറിൽ ചെറിയൊരു പറവറപ്പ നോയ്സ് വരുമായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഫോൺ വർക്ക് ചെയ്യും, പക്ഷേ ഫോണിനകത്ത് ക്യാമറയും മദർ ബോർഡിൽ കുറച്ച് ഷോർട്ട് സർക്യൂട്ടും എല്ലാം ആയിട്ട് 70,000 രൂപയുടെ സർവീസ് ബില്ലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, സാംസങ്ങിൻ്റെ ഈ ചതി. അതായത് സാംസങ് നമുക്ക് അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും വാറണ്ടി ഔട്ട് ഓഫ് വാറണ്ടി ആയതുകൊണ്ട് അവർ കൈമലത്തി നമുക്ക് ടാറ്റ പറഞ്ഞു തരും. അതെനിക്ക് പറയാനുള്ളൂ, സൂക്ഷിക്കുക.